ഹായ്. സെൽസ് ആൻഡ് ബാറ്ററീസിന്റെ സെക്കൻഡ് പാർട്ടാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രൈമറി സെൽസിന്റെ ടൈപ്സുകളും അതിന്റെ പെക്യുലാരിറ്റീസ് എല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ സെക്കൻഡറി ബാറ്ററീസിനെ കുറിച്ചാണ്, അതിന്റെ ടൈപ്സിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സെക്കൻഡറി ബാറ്ററീസ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിരുന്നു, റിവേഴ്സിബിൾ കെമിക്കൽ റിയാക്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ എനർജി സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് സ്റ്റോറേജ് സെൽസ് എന്നാണ് ഇതിനെ പറയുന്നത്. അതായത് നമുക്ക് ആ സെല്ലിനെ ചാർജ് ചെയ്യാനും ഡിസ്ചാർജ് ചെയ്യാനും സാധിക്കുന്നു അല്ലേ. നമ്മൾ DC വോൾട്ടേജ് സോഴ്സ് യൂസ് ചെയ്ത് ചാർജ് ചെയ്യുകയും ലോഡിലേക്ക് കണക്ട് ചെയ്ത് നമുക്ക് ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്യിക്കാൻ പറ്റും അല്ലേ. അപ്പൊ ഈ പ്രോസസ് ഓഫ് ഡിസ്ചാർജിങ് ആൻഡ് റീചാർജിങ്ങിനെ നമ്മൾ പറയുന്നത് സൈക്ലിംഗ് ഓഫ് എ സെൽ. Okay, the process of discharging and recharging is called cycling of a cell. അപ്പോൾ സെക്കൻഡറി ബാറ്ററീസ് എന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് ലെഡ് ആസിഡ് ബാറ്ററി. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇതിനകത്ത് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ലെഡ് ആസിഡ് ബാറ്ററിയുടെ കാര്യങ്ങളിലേക്ക് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിലും ആനോഡ്, കാഥോഡ്, ഇലക്ട്രോലൈറ്റ് എല്ലാം ഉണ്ടല്ലേ. അപ്പോൾ ആനോഡ് ലെഡ് പെറോക്സൈഡ് ആണ്, PbO2. റെഡിഷ് ബ്രൗൺ കളറിലാണ് ഇത് അപ്പിയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ റെഡിഷ് ബ്രൗൺ അല്ലെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ് ബ്രൗൺ എന്ന് ചില സ്ഥലത്ത് പറയാറുണ്ട്. അപ്പൊ നിമിയില് റെഡിഷ് ബ്രൗൺ എന്നാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ കാഥോഡ് ഗ്രേ കളറിലെ സ്പോഞ്ചി ലെഡ് ആണ് കാഥോഡ് ഉള്ളത്. ഇലക്ട്രോലൈറ്റ് ഡൈല്യൂട്ടഡ് സൊല്യൂഷൻ ഓഫ് സൾഫ്യൂരിക് ആസിഡ്, 27% ഓഫ് സൾഫ്യൂരിക് ആസിഡ് ആണ് ഉള്ളത്. 25 to 27 എന്നുള്ളൊരു റേഞ്ചിലാണ്. ചില ടെക്സ്റ്റുകളിൽ 25 എന്ന് പറയുന്നുണ്ട്, നിമിയില് 27 എന്നാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പൊ നോമിനൽ വോൾട്ടേജ് 2.2 വോൾട്ട്, സ്പെസിഫിക് ഗ്രാവിറ്റി 1.28, ഇന്റേണൽ റെസിസ്റ്റൻസ് 0.01 ഓം. ഓക്കെ, ഇനി അതിന്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ നമ്മുടെ ഓട്ടോമൊബൈൽസിലൊക്കെ അല്ലെങ്കിൽ അതായത് വണ്ടിയിൽ യൂസ് ചെയ്യുന്ന ബാറ്ററി ഒക്കെ ഈ ലെഡ് ആസിഡ് ബാറ്ററി ആണ്. ഓക്കെ, ഇതിന്റെ പാർട്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഫിഗറിൽ കാണുകയാണെങ്കിൽ പ്ലേറ്റ്സ് ഉണ്ട്, പോസിറ്റീവ് നെഗറ്റീവ് പ്ലേറ്റ്സ് ഉണ്ട്, പ്ലേറ്റ് സ്ട്രാപ്പ് ഉണ്ട്, കണ്ടെയ്നർ, ടെർമിനൽ പോസ്റ്റ്, വെൻ ക്യാപ്പ്, സെൽ കണക്ടർ, കറണ്ട് കളക്ടർ, സെപ്പറേറ്റർ, ഇങ്ങനെ പല പാർട്സുകളുണ്ട്. അപ്പൊ നമുക്ക് ഓരോ പാർട്സും എന്താണ് അതിന്റെ ഉപയോഗം എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഇലക്ട്രോഡ് പ്ലേറ്റ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആനോഡും കാഥോഡും അല്ലെ. പോസിറ്റീവ് പ്ലേറ്റ് ആനോഡ്, നെഗറ്റീവ് പ്ലേറ്റ് കാഥോഡ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഈ പ്ലേറ്റ്സിന്റെ കൺസ്ട്രക്ഷൻ എന്ന് നമുക്ക് നോക്കാം. To increase the surface area and current capacity, a number of positive and negative plates are interleaved and separated by porous rubber sheets. Okay, അപ്പം ഇന്റർലീവ്ഡ് എന്ന് പറഞ്ഞാൽ ഓൾട്ടർനേറ്റ് ആയിട്ട് പോസിറ്റീവ് നെഗറ്റീവ് പ്ലേറ്റ്സ് അറേഞ്ച് ചെയ്യുകയും ഈ പ്ലേറ്റ്സിനെ ഒരു പോറസ് റബ്ബർ ഷീറ്റ് ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, all positive plates are electrically connected and all negative plates are electrically connected. ഇവിടെ ഈ ഫിഗറിൽ പ്ലേറ്റ് സ്ട്രാപ്പ് എന്ന് പറഞ്ഞ് കാണാം അല്ലെ. ആ പ്ലേറ്റ് സ്ട്രാപ്പ് വെച്ചിട്ട് ഇത് പാരലൽ ആയിട്ട് ഓരോന്നും കണക്ട് ചെയ്തിരിക്കുകയാണ്. അതായത് ഓരോ പോസിറ്റീവ് പ്ലേറ്റ്സ് എല്ലാം ഇലക്ട്രിക്കലി കണക്റ്റഡ് ആണ്, എല്ലാ നെഗറ്റീവ് പ്ലേറ്റ്സും ഇലക്ട്രിക്കലി കണക്റ്റഡ്. അതായത് പാരലൽ കണക്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, പാരലൽ കണക്ഷന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഹൈ കറണ്ട് കപ്പാസിറ്റി കൊടുക്കാൻ പറ്റും. അപ്പോൾ ഓക്കെ, ഇതിന്റെ നമുക്കറിയാം ഓവറോൾ സെൽ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് 2.2 വോൾട്ട് ആണ്. അപ്പം ഇത് നമുക്ക്, അതായത് ഒരു സെല്ലിന്റെ അപ്പൊ അങ്ങനെ 2.2 വോൾട്ട് തരുന്ന സെല്ലുകൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടാണ് നമുക്ക് റിക്വയർഡ് ബാറ്ററി വോൾട്ടേജ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഓർക്കുക, പ്ലേറ്റ്സ് എല്ലാം പാരലൽ കണക്ഷനും സെല്ലുകളെല്ലാം സീരീസ് കണക്ഷനിലും കണക്ട് ചെയ്തിട്ടാണ് നമുക്ക് റിക്വയർഡ് വോൾട്ടേജ് എടുക്കുന്നത്. ഓക്കെ, ഇപ്പം വെറുതെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 12 വോൾട്ടിന്റെ ആണ് നമുക്ക് വേണ്ടതെങ്കിൽ ഈ 2.2 വോൾട്ട് നമുക്ക് സീരീസിൽ എത്ര കണക്ട് ചെയ്യാം? 6 കണക്ട് ചെയ്താൽ
ഏകദേശം 12 വോൾട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടും അല്ലേ? ഇനി there is always one more negative plate than the number of positive plates. പോസിറ്റീവ് പ്ലേറ്റ്സിന്റെ എണ്ണത്തെക്കാളും കൂടുതൽ നെഗറ്റീവ് പ്ലേറ്റ് ഉണ്ടാവും. എത്ര കൂടുതൽ? ഒരെണ്ണം കൂടുതൽ. അതായത് ഈ പോസിറ്റീവ് സ്ട്രാപ്സ്, പ്ലേറ്റ് സ്ട്രാപ്പാണ് ആ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. അങ്ങനെ ആ പ്ലേറ്റ് സ്ട്രാപ്പുകൾ രണ്ടെൻഡിലും സെല്ലിന്റെ അങ്ങേറ്റവും ഇങ്ങേറ്റവും എടുക്കുമ്പോൾ നെഗറ്റീവ്സ് ആയിരിക്കണം കവർ ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, ഇപ്പൊ നമ്മൾ ഓൾട്ടർനേറ്റ് പോസിറ്റീവ് നെഗറ്റീവ് വെക്കുകയാണെങ്കിൽ ഫൈനലി ഒരു പോസിറ്റീവ്, ഒരു എൻഡിൽ പോസിറ്റീവ് ആയിരിക്കും ഇരിക്കുക അല്ലേ? അപ്പൊ അങ്ങനെ സംഭവിക്കാതെ ഒരു നെഗറ്റീവ് പ്ലേറ്റും കൂടി അവിടെ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കും. ഓക്കെ, ഇത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോസിറ്റീവ് പ്ലേറ്റിന്റെ രണ്ട് സൈഡ്സും നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തെന്ന് ഉറപ്പ് വരുത്താനും അത് കൂടാതെ മെക്കാനിക്കൽ സ്ട്രെങ്ത് കൂട്ടാനും വേണ്ടിയിട്ടാണ് നെഗറ്റീവ് പ്ലേറ്റ്സ് രണ്ട് എൻഡിലും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അത് കൂടാതെ പോസിറ്റീവ് പ്ലേറ്റിന്റെ രണ്ട് എൻഡും ആക്ഷനിൽ പങ്കെടുത്താലേ നമുക്ക് ബക്ലിംഗ് ഒഴിവാക്കാൻ പറ്റുള്ളൂ. ബക്ലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇതിനകത്തുള്ള എക്സസ് എമൗണ്ട് ഓഫ് സോൾസ് വെള്ളം വരികയാണെങ്കിൽ അത് അക്യുമുലേറ്റ് ചെയ്യും ഈ പോസിറ്റീവ് പ്ലേറ്റ്സിൽ. അതായത് ക്രിസ്റ്റൽസ് ആയിട്ട് ഈ പോസിറ്റീവ് പ്ലേറ്റ്സിൽ അക്യുമുലേറ്റ് ചെയ്യും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് നെഗറ്റീവ് പ്ലേറ്റ്സ് രണ്ട് സൈഡിലും കൊടുക്കുന്നത്. അപ്പം പ്രോപ്പറായിട്ട് ഈ പോസിറ്റീവ് പ്ലേറ്റ്സ് വർക്ക് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അതായത് ഇപ്പൊ ഒരു 4 പോസിറ്റീവ് പ്ലേറ്റ് ഉണ്ടെങ്കിൽ 5 നെഗറ്റീവ് പ്ലേറ്റ്സ് കാണും. ഓക്കെ, അപ്പൊ ഇതാണ് പ്ലേറ്റ്സിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഓർക്കേണ്ടത് സർഫസ് ഏരിയയും കറണ്ട് കപ്പാസിറ്റിയും കൂട്ടാൻ വേണ്ടി ഇന്റർലീവ് ചെയ്താണ് വെച്ചിരിക്കുന്നത്. സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് റബ്ബർ ഷീറ്റ്സ്, പോറസ് റബ്ബർ ഷീറ്റ്സ്, പോറസ് പറഞ്ഞാൽ ഹോൾസ് ഉള്ളത് വെച്ചിട്ടാണ് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. നെഗറ്റീവ് പ്ലേറ്റ്സ് എന്ന് പറയുന്നത് പോസിറ്റീവ് പ്ലേറ്റ്സ് +1 ആണ്. അതേപോലെ 2.2 ആണ് ഒരു സെല്ലിൽ വരുന്നത്. അങ്ങനെ കോമ്പിനേഷൻ ഓഫ് സെൽസ്, സീരീസ് കോമ്പിനേഷൻ ഓഫ് സെൽസ് ആണ് നമുക്ക് റിക്വയർഡ് ബാറ്ററി വോൾട്ടേജ് തരുന്നത്. അപ്പൊ ഇത്രയും കാര്യം ഓർത്ത് വെക്കുക. രണ്ട് ഇലക്ട്രോലൈറ്റ്, ഞാൻ ഇവിടെ പറഞ്ഞു ഡൈല്യൂട്ടഡ് സൾഫ്യൂരിക് ആസിഡ് ആണ് ഇലക്ട്രോലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഡൈല്യൂട്ടഡ് എന്ന് പറയുമ്പോൾ നമ്മൾ സൾഫ്യൂരിക് ആസിഡും വാട്ടറും കൂടിയാണ്. ഓക്കെ, അപ്പം വാട്ടർ എന്ന് പറയുന്നത് സാധാ വാട്ടറും അല്ല, ഡിസ്റ്റിൽഡ് വാട്ടറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് രണ്ടിൻ്റെയും റേഷ്യോ എന്ന് പറയുന്നത് 1:3 ആണ്. ഓക്കെ, അതേപോലെ ലെഡ് ആസിഡ് സെല്ലിനകത്ത് ഇലക്ട്രോലൈറ്റിന്റെ ഒരു ലെവൽ എന്ന് പറയുന്നത് 10 to 15 mm എബവ് ദി പ്ലേറ്റ്, ടോപ്പ് ഓഫ് ദി പ്ലേറ്റ്. അത്രയും ഹൈറ്റിൽ ഈ ഇലക്ട്രോലൈറ്റ് നിറഞ്ഞിരിക്കണം. ഓക്കെ, എന്നാലേ മാത്രമേ എന്തുണ്ടാവുള്ളൂ, പ്രോപ്പർ റിയാക്ഷൻസ് പ്രോപ്പറായിട്ട് അവിടെ നടക്കത്തുള്ളൂ. ഓക്കെ, ദെൻ തേർഡ് വൺ ഇസ് സെപ്പറേറ്റർ. നേരത്തെ പ്ലേറ്റ്സിന്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു പോറസ് റബ്ബർ ഷീറ്റ്സ് യൂസ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇത് ഷോർട്ട് സർക്യൂട്ട് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ പോറസ്, അതായത് ഹോൾസ് ഉള്ളത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇലക്ട്രോലൈറ്റ്സിനെ പ്രോപ്പറായിട്ട് സർക്യുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് പോറസ് എന്ന് പറയുമ്പോൾ ഒരു സ്പോഞ്ചി മോഡാ, ഹോൾസ് ആണ്. ഈ ഹോൾസിലൂടെയും ഇലക്ട്രോലൈറ്റ് പാസ് ചെയ്യണം. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോറസ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നത്. സെപ്പറേറ്റേഴ്സിന് ഹയർ ഇൻസുലേറ്റിംഗ് റെസിസ്റ്റൻസ് ആൻഡ് മെക്കാനിക്കൽ സ്ട്രെങ്ത് വേണം, അത് മസ്റ്റാണ്. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻസുലേറ്റിംഗ് റെസിസ്റ്റൻസ് കൂടുതൽ എന്ന് പറയുമ്പോൾ ഇൻസുലേറ്റേഴ്സ് ആണ് പൊതുവേ നമ്മൾ ഉപയോഗിക്കുന്നതല്ലേ. വുഡ്, റബ്ബർ, ഗ്ലാസ്, വുഡ് മേറ്റ്, PVC ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. നമ്മൾ ലെഡ് ആസിഡ് ബാറ്ററിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പോറസ് റബ്ബർ ഷീറ്റ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. Then container is a box of vulcanized rubber, molded plastic, glass or ceramic. Okay, അതായത് ഒരു ഇൻസുലേറ്റഡ് തന്നെയാണ് അല്ലെ, ഇൻസുലേറ്റഡ് മെറ്റീരിയൽ തന്നെയാണ് നമ്മൾ കണ്ടെയ്നർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. On the base of this box there are support blocks on which the positive and negative plates are established. പ്ലേറ്റ്സ്, അതായത് സ്ലോട്ട് പോലെ കാണും, ഇത് ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട് ഗ്രൂവ് കാണും. ഓക്കെ, ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രൂവ്സിലോട്ടാണ് എന്തിരിക്കുന്നത്, ഈ നെഗറ്റീവും പോസിറ്റീവും പ്ലേറ്റ്സ് ഇരിക്കുന്നത്.
Thus, between this supports, there are grooves which works like a mud box. The active material separated from plates get collected in this mud box and it cannot make the contact with the plates. Thus, the internal force due to the mud are avoid. Okay. അപ്പോൾ ആക്റ്റീവ് മെറ്റീരിയൽ അതായത് ഇതിനകത്ത് കെമിക്കൽ ആക്ഷനിൽ വരുന്ന ഔട്ട്പുട്ട് മെറ്റീരിയൽസ് എല്ലാം ഈ എവിടെയാണ് കളക്ട് ചെയ്യുന്നത്? ഈ സപ്പോർട്ട് ഗ്രൂവ്സിലാണ്. അതായത് മഡ് ബോക്സ് എന്ന് പറഞ്ഞ ആ ഒരു ഏരിയയിലായിരിക്കും അത് കളക്ട് ചെയ്യുന്നത്. കളക്ട് ചെയ്തതിന് ശേഷം അടുത്ത ഒരു റിയാക്ഷൻ റിവേഴ്സ് റിയാക്ഷൻ നടക്കുന്നവരെ പ്ലേറ്റ്സുമായിട്ട് കോണ്ടാക്ട് ഒന്നും സംഭവിക്കുന്നില്ല. ഓക്കെ. അതുകൊണ്ട് തന്നെ ഇന്റേണൽ ഫോഴ്സ് ഒന്നും ഈ കണ്ടെയ്നറിൽ ഉണ്ടാവില്ല. Cover of cell. In lead acid battery, it is also made of the same material which is used for making containers. കണ്ടെയ്നർ ഉപയോഗിക്കുന്നത് തന്നെയാണ് ഈ കവേഴ്സിന്. മേളിലുള്ള ടോപ്പ് കവറാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അത് എന്താണ് ഡസ്റ്റിൽ നിന്നും എക്സ്റ്റേണൽ ഇംപ്യൂരിറ്റീസിൽ നിന്നൊക്കെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യും. ഈ വെന്റ് പ്ലഗ് അല്ലെങ്കിൽ വെന്റ് ക്യാപ്സ് കണ്ടോ? ഓക്കെ. അതല്ലെങ്കിൽ ഫില്ലർ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ. ഇത് കവർ പ്ലേറ്റിലാണ് ഇത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇലക്ട്രോലൈറ്റ് ഫില്ല് ചെയ്യാനും അതേപോലെ സെല്ലിന്റെ ഇന്റേണൽ കണ്ടീഷൻ നോക്കാൻ വേണ്ടിയിട്ടുമാണ് നമ്മളിത് യൂസ് ചെയ്യണത്. അല്ലെങ്കിൽ എന്നല്ല, അല്ലാതെയുള്ള യൂസ് എന്ന് പറയുന്നത് ഈ കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ കുറെ ഗ്യാസ് ഫോം ചെയ്യും. ആ ഗ്യാസിനെ ഒരു എക്സോസ്റ്റ് ചെയ്യാൻ കൂടി വേണ്ടിയിട്ടാണ് ഈ വെന്റ് പ്ലഗ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വെന്റ് ഹോൾസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിന്റെ അകത്തുള്ള റീചാർജിങ് നടക്കുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹൈഡ്രജൻ ഗ്യാസ് അവിടെ നിൽക്കുകയും അത് വാട്ടർ കണ്ടന്റ് കൂട്ടുകയും അതിന്റെ കപ്പാസിറ്റി കുറയ്ക്കുകയൊക്കെ ചെയ്യും. അതായത് ഈ ഹൈഡ്രജൻ ബബിൾസ് എല്ലാം വന്നിട്ട് ഈ ആനോഡ് വന്നിട്ട് ഇത് നിൽക്കും, ബബിൾസ് ആയിട്ട് വന്ന് നിൽക്കും. അപ്പൊ ഈ അങ്ങനെ നിൽക്കുമ്പോൾ സംഭവിക്കുന്നത് ഇന്റേണൽ റെസിസ്റ്റൻസ് കൂടും. നമ്മൾ നേരത്തെ പോളറൈസേഷൻ എന്ന് പറഞ്ഞല്ലോ, ആ പോളറൈസേഷൻ നടക്കും. പോളറൈസേഷൻ ആക്ഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അപ്പോൾ പോളറൈസേഷൻ നടക്കുമ്പോൾ എന്താ, അതിന്റെ കപ്പാസിറ്റി കുറയും, ബാറ്ററി പെട്ടെന്ന് ഡെഡ് ആവുകയും ചെയ്യും. അപ്പം വെൻ ഹോൾസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഹൈഡ്രജനും വാട്ടർ വേപ്പറൊക്കെ നമുക്ക് പുറത്തോട്ട് കടത്തി വിടാൻ പറ്റുള്ളൂ. അത് കൂടാതെ നമുക്ക് ഡിസ്റ്റിൽഡ് വാട്ടർ, ഈ വെൻ ക്യാപ്സിൽ കൂടി തന്നെയാണ് ഡിസ്റ്റിൽഡ് വാട്ടർ നമ്മൾ ആഡ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഇതിന്റെ ഇലക്ട്രോലൈറ്റിന്റെ ഹൈറ്റ് ലെവൽ കുറയുന്നതനുസരിച്ച് നമുക്ക് വെൻ ക്യാപ്പിലൂടെ ഡിസ്റ്റിൽഡ് വാട്ടർ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ. കണക്റ്റിംഗ് ബാസ്. കണക്റ്റിംഗ് ബാസ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് വർക്ക്സ് ലൈക്ക് എ ലിങ്ക് ആൻഡ് യൂസ് ടു കണക്ട് ദി ടു സെൽസ് ഇൻ സീരീസ്. അപ്പോൾ നമ്മളിവിടെ കുറേ 2.2ന്റെ കുറേ സെൽസ് വെച്ചിട്ടാണ് നമ്മൾ റിക്വയർഡ് വോൾട്ടേജ് എടുക്കണേന്ന് പറഞ്ഞു. അപ്പോൾ ഈ സെൽസ് തമ്മിലൊരു കണക്ഷൻ വേണമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ടാണ്, അതിന് ലിങ്ക് ആയിട്ടാണ് നമ്മൾ കണക്റ്റിംഗ് ബാർ ഉപയോഗിക്കുന്നത്. ഒരു സെല്ലിന്റെ പോസിറ്റീവ് ടെർമിനലും അതേപോലെ മറ്റേ സെല്ലിന്റെ നെഗറ്റീവ് ടെർമിനലായിട്ടായിരിക്കും ഇത് കണക്ട് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ. ഇനി ടെർമിനൽ പോസ്റ്റ്, അതായത് നമ്മുടെ ബാറ്ററിയുടെ ലോഡിലേക്ക് കണക്ട് ചെയ്യുന്ന ടെർമിനൽസിനെയാണ് നമ്മൾ ടെർമിനൽ പോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോസിറ്റീവ് ടെർമിനലിന്റെ ഡയമീറ്റർ വലുതും, അതായത് വലിയ ഹോളും നെഗറ്റീവ് ടെർമിനലിന്റെ ചെറിയ ഹോളും ആയിരിക്കും. ഓക്കെ. പോസിറ്റീവ് നെഗറ്റീവ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോസിറ്റീവിന്റെ ഡയമീറ്റർ കൂടുതലായിരിക്കും. Okay, in order to avoid the effect of corrosion in lead acid cell, a layer of Vaseline or petroleum jelly is coated. അപ്പോൾ ഈ ടെർമിനൽസിൽ കൊറോഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വാസ്ലിൻ അല്ലെങ്കിൽ പെട്രോളിയം ജെല്ലി മെറ്റീരിയൽസ് കോട്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ. ഇനി നമുക്ക് അതിൻ്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. ഒന്ന് EMF. ഒരു ഫുള്ളി ചാർജ്ഡ് ആയിട്ടുള്ള ലെഡ് ആസിഡ് ബാറ്ററിയുടെ EMF എന്ന് പറയുന്നത് 2.2 വോൾട്ട് ആണ്. ഓക്കെ. ആസ് ദ സെൽ ഡെലിവേഴ്സ് കറണ്ട്, ഇറ്റ്സ് EMF ഓൾസോ ഡിക്രീസസ് സ്മോൾ എമൗണ്ട് ആയിട്ട്, അല്ലേ? കറണ്ട് ഡെലിവർ ചെയ്യാൻ തുടങ്ങുമ്പോൾ, അതായത് ലോഡ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ EMF പയ്യെ കുറയാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് അതിന്റെ EMFന്റെ മാഗ്നിറ്റ്യൂഡ് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഫസ്റ്റ് വൺ ലെങ്ത് ഓഫ് ടൈം
സിൻസ് ഇറ്റ് വാസ് ലാസ്റ്റ് ചാർജ്ഡ്. അപ്പം നമ്മൾ ചാർജ് ചെയ്തിട്ട് ഒരുപാട് സമയമായിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? ഇ എം എഫ് കുറയും. അതേപോലെ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ഇലക്ട്രോലൈറ്റ്, ഗ്രാവിറ്റി കൂടുന്നതനുസരിച്ച് ഇ എം എഫ് കൂടും. അതേപോലെ ടെമ്പറേച്ചർ ആണെങ്കിലും എങ്ങനെയാണ്? ടെമ്പറേച്ചർ കൂടുമ്പോൾ ഇ എം എഫ് കൂടും. ഓക്കെ, നെക്സ്റ്റ് ടെർമിനൽ വോൾട്ടേജ്. ഈ ടെർമിനൽ വോൾട്ടേജ് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ്. അതായത് നമ്മൾ ലോഡിൽ അക്രോസ് വരുന്ന വോൾട്ടേജ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് ലെസ് ദാൻ ഇ എം എഫ് ഡ്യൂ ടു ദ ടെർമിനൽ റെസിസ്റ്റൻസ് ഓഫ് ദി സെൽ. അപ്പോൾ ഈ ലെഡ് ആസിഡ് ബാറ്ററിയിൽ ഈ ടെർമിനൽ വോൾട്ടേജ് എപ്പോഴും ലെസ് ദാൻ 1.8 വോൾട്ടേജ് ആകുന്ന ആ ഒരു ടൈമിൽ നമ്മൾ ഡിസ്ചാർജ് സ്റ്റോപ്പ് ചെയ്യണം. അതായത് 1.8 വരെ ആയിരിക്കണം മിനിമം പോവുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിൽ അതും കഴിഞ്ഞ് 1.8 കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ലോഡിലേക്ക് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ക്രിസ്റ്റലൈൻ ഫോം ചെയ്യും. അതായത് സൾഫേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് നടക്കും. അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന PbSO4 PbSO4 എന്ന് പറയുന്നത് എന്താ? ലെഡ് സൾഫേറ്റ്. ഈ ലെഡ് സൾഫേറ്റ് ഈ ഇലക്ട്രോഡ്സിൽ ഡെപ്പോസിറ്റ് ആവാൻ തുടങ്ങും. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് കുറയുകയും അതുപോലെ തന്നെ കപ്പാസിറ്റി കുറഞ്ഞു പോവുകയും ചെയ്യും. അപ്പം മാക്സിമം 1.8 വരെ വർക്ക് ചെയ്യിക്കുക. അത് കഴിയുമ്പോൾ നമ്മൾ ഡിസ്കണക്ട് ചെയ്യുക, പിന്നെ ചാർജിലിടുക. ഓക്കെ, ഇനി അടുത്തതാണ് ഇന്റേണൽ റെസിസ്റ്റൻസ്. ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറയാൻ നമുക്ക് അകത്തുണ്ടാവുന്ന കറണ്ടിന് ഓരോ ഓപ്പോസിഷൻ. ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത് 3 കാര്യങ്ങളെയാണ്. ഒന്ന് ഏരിയ ഓഫ് പ്ലേറ്റ്സ്. പ്ലേറ്റിന്റെ ഏരിയ കൂടുകയാണെങ്കിൽ ഇന്റേണൽ റെസിസ്റ്റൻസ് കുറയും. സ്പേസിങ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്, സ്പേസിങ് കുറയാണെങ്കിലും ഇന്റേണൽ റെസിസ്റ്റൻസ് കുറയും. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ഇലക്ട്രോലൈറ്റ്, സ്പെസിഫിക് ഗ്രാവിറ്റി കൂടുകയാണെങ്കിൽ ഇന്റേണൽ റെസിസ്റ്റൻസ് കുറയും. അതുപോലെ 4th വൺ ആണ് കപ്പാസിറ്റി. കപ്പാസിറ്റി ഈക്വൽ ടു കറണ്ട് ഇൻ ടു ടൈം. അതായത് കറണ്ട് എന്ന് പറയുന്നത് ഇവിടെ ഡിസ്ചാർജിങ് കറണ്ട്, സ്റ്റഡി ഡിസ്ചാർജിങ് കറണ്ട് എത്രയാണോ അത്. ദെൻ ടൈം എന്ന് പറയുന്നത് ആ ഡിസ്ചാർജ് ചെയ്യാൻ എടുക്കുന്ന ടൈം ഇൻ അവേഴ്സ്. അപ്പം കപ്പാസിറ്റി നമ്മൾ ആംപിയർ അവറിലാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ആംപിയർ അവറിലാണ് നമ്മൾ യൂണിറ്റ് പറയുന്നത്. കപ്പാസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അത് ഫൈനൽ ലിമിറ്റിംഗ് വോൾട്ടേജ് ഓഫ് ദി സെൽ, ഡിസൈൻ ആൻഡ് ഡയമെൻഷൻ ഓഫ് ദി പ്ലേറ്റ്, ഡിസ്ചാർജ് റേറ്റ്. ഡിസ്ചാർജ് റേറ്റ് കൂടുന്നതനുസരിച്ച് കപ്പാസിറ്റി കുറയും. ഓക്കെ, ഡിസൈൻ ഓഫ് സെപ്പറേറ്റർ, ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രോലൈറ്റ്, ഡെൻസിറ്റി ഓഫ് ഇലക്ട്രോലൈറ്റ്, ടെമ്പറേച്ചർ. ഇതെല്ലാം ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇന്റേണൽ റെസിസ്റ്റൻസിനെ ബാധിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് അല്ലെ. അതായത് ഈ പറയുന്ന ഓരോ ഫാക്ടേഴ്സിന്റെ മാറ്റത്തിനനുസരിച്ച് സ്പെസിഫിക് ഗ്രാവിറ്റിക്കും മാറ്റങ്ങൾ ഉണ്ടാവും, അതനുസരിച്ച് കപ്പാസിറ്റിക്കും മാറ്റങ്ങൾ ഉണ്ടാവും. നെക്സ്റ്റ് is efficiency of a battery. Efficiency is defined as the ratio of output of a cell or a battery to the input required to restore the initial state of charge under a specified condition of the temperature, current rate and final voltage. Okay, അപ്പം റേഷ്യോ ഓഫ് ഔട്ട്പുട്ട് ടു ഇൻപുട്ട് ആണ്. ഓക്കെ, അപ്പൊ ഇൻപുട്ട് എന്ന് പറയുമ്പോൾ ഇൻപുട്ട് റിക്വയർഡ് ടു റീസ്റ്റോർ ദ ഇനിഷ്യൽ സ്റ്റേറ്റ് ഓഫ് ദി ചാർജ് എന്നാണ്. ഓക്കെ, അപ്പൊ നമുക്ക് 3 രീതിയിൽ എഫിഷ്യൻസിനെ ഡിഫൈൻ ചെയ്യാം. ഒന്ന് ആംപിയർ അവർ എഫിഷ്യൻസി, അതിന്റെ ക്വാണ്ടിറ്റിയെ ബേസ് ചെയ്തിട്ട്. ഓക്കെ, അതായത് ഔട്ട്പുട്ട് ആംപിയർ അവർ ഓൺ ഡിസ്ചാർജ് ടു ഇൻപുട്ട്, അതായത് ആംപിയർ അവർ ഓൺ റീചാർജ് ഇൻ ടു 100. അപ്പം ഈ ആംപിയർ അവർ എഫിഷ്യൻസി അല്ലെങ്കിൽ ക്വാണ്ടിറ്റി എഫിഷ്യൻസി എന്ന് പറയുന്നത് 85 to 95% ഇതിന്റെ കേസിൽ വരാം. ദെൻ വോൾട്ട് എഫിഷ്യൻസി, ആവറേജ് വോൾട്ടേജ് ഡ്യൂറിങ് ഡിസ്ചാർജ് ബൈ ആവറേജ് വോൾട്ടേജ് ഡ്യൂറിങ് റീചാർജ്.
Then whatever efficiency, അതായത് energy efficiency, whatever output in discharge by whatever input on recharge into 100%. അപ്പോൾ ഈ whatever efficiency ഒരു 75%-ൽ വരെയൊക്കെ നമുക്ക് വരാം. ഇനി എങ്ങനെയാണ് ഇതിന്റെ ഒരു വർക്കിംഗ്, ഡിസ്ചാർജിങ്ങും ചാർജിങ്ങും എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം discharging of lead acid cells. During discharge, the lead in both the electrodes react with the sulfuric acid to displace hydrogen and form lead sulfate. ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ലെഡും രണ്ട് ഇലക്ട്രോഡ്സിലുള്ള ലെഡുകൾ, അതായത് നമുക്കറിയാം ആനോഡിൽ PbO2 ആണുള്ളത്, കാഥോഡിൽ Pb ആണുള്ളത്, അല്ലെ ലെഡ് മാത്രമാണുള്ളത്. ഈ സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് വാട്ടറും ലെഡ് സൾഫേറ്റും ആവുകയാണ്. അപ്പം ഈ ഞാൻ നേരത്തെ പറഞ്ഞു ഈ ലെഡ് സൾഫേറ്റ് ഉണ്ടാവുന്നത് ഈ ഡിസ്ചാർജ് ചെയ്യുന്ന പ്രോസസ്സ് 1.8 വോൾട്ടിനേലും വീണ്ടും ടെർമിനൽ വോൾട്ടേജ് കുറഞ്ഞു വരികയാണെങ്കിൽ ഈ ഡിസ്ചാർജ് ചെയ്യുന്ന ലെഡ് സൾഫേറ്റ് എല്ലാം ഡെപ്പോസിറ്റ് ചെയ്യും ഈ പ്ലേറ്റ്സുകളിൽ. ഓക്കെ, അതായത് ഇത് എന്ന് പറയുന്നത് PbSO4 എന്ന് പറയുന്നത് ശരിക്കും ഒരു ഇൻസോല്യൂബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. അപ്പം അതുകൊണ്ടാണ് അത് ക്രിസ്റ്റൽ ആയിട്ട് തന്നെ അത് ഡെപ്പോസിറ്റ് ആയിട്ടിരിക്കും. അപ്പോൾ ഓർക്ക, ലെഡ് സൾഫേറ്റ് ഒരു വൈറ്റിഷ് മെറ്റീരിയൽ ആണ്, ഇൻസോല്യൂബിൾ ആണ്. ഓക്കെ, since both plates approach the same material chemically, the potential difference between these plates begins to decrease. കണ്ടോ, അപ്പം ഈ PbSO4 രണ്ട് പ്ലേറ്റിലും അപ്രോച്ച് ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്ന ഒരു കാര്യങ്ങൾ കുറഞ്ഞു വരും. അറ്റ് ദ സെയിം ടൈം ദ കമ്പൈനിങ് ഓഫ് ഓക്സിജൻ ഇൻ ദ ലെഡ് പെറോക്സൈഡ് വിത്ത് ദ ഹൈഡ്രജൻ ആറ്റം ഓഫ് ദി ഇലക്ട്രോലൈറ്റ് ഫോം വാട്ടറും ഉണ്ടാവും. ഓക്കെ, അപ്പൊ അത് ആ റിയാക്ഷൻ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇറ്റ് ക്യാൻ ബി സീൻ ഫ്രം ദ ഡിസ്ചാർജിങ് ഇക്വേഷൻ ദാറ്റ് ആസ് ദി ബാറ്ററി ഡിസ്ചാർജസ് ദ സൾഫ്യൂരിക് ആസിഡ് സൊല്യൂഷൻ ബിക്കംസ് വീക്കർ with its specific gravity approaching 1. ഓക്കെ, 1.28 ആണ് ഒരു ഫുള്ളി ചാർജ്ഡ് ആയിട്ടുള്ള ബാറ്ററിയുടെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞിരുന്നു. അത് 1ലേക്ക് അപ്രോച്ച് ചെയ്യുന്നത് കുറഞ്ഞു വരും. ഓക്കെ, അതായത് സൾഫ്യൂരിക് ആസിഡ് വീണ്ടും വീക്കർ ആയിക്കൊണ്ടിരിക്കുകയാണ്. The coating of whitish lead sulfate on the electrodes and the decrease in specific gravity of the electrolyte makes the voltage of the cell to drop off. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ്, ലെഡ് സൾഫേറ്റ് ഡെപ്പോസിറ്റ് ആവുകയും സ്പെസിഫിക് ഗ്രാവിറ്റി കുറഞ്ഞു വരുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും, പൊട്ടൻഷ്യൽ കുറയും, ഔട്ട്പുട്ട് വോൾട്ടേജ് കുറയും, അതുപോലെ തന്നെ എന്താണ്, ഇന്റേണൽ റെസിസ്റ്റൻസ് കൂടുകയും ചെയ്യും. ഇതാണ് ഡിസ്ചാർജിങ്ങിൽ നടക്കുന്ന കാര്യം. അപ്പം മാക്സിമം 1.8 വരെ ചെയ്യുക, അതിന് താഴെ നമ്മൾ പോകാൻ പാടില്ല. Then charging of lead acid cells. When a battery charger having an output voltage 2.5 volt, which is slightly higher than the nominal voltage of the cell, the direction of ionic flow gets reversed. അതായത് ചാർജ് ചെയ്ത് 2.2, അതായത് 2.5 എന്ന് പറയാം, 5 വരെയൊക്കെ എത്തിക്കഴിയുമ്പോൾ നേരെ ഡിസ്ചാർജ് ചെയ്യാനുള്ള ഡയറക്ഷനിലേക്ക് ഇത് തിരിയും. ഓക്കെ, അപ്പം ഇവിടെ നടക്കണ എന്താന്ന് നമുക്ക് നോക്കാം. നെഗറ്റീവ് പോളിൽ എന്ന് പറയുമ്പോൾ കാഥോഡിൽ 2 ഇലക്ട്രോൺ ഗെയിൻ ചെയ്യാണ്. ഓക്കെ, റിഡക്ഷൻ നടക്കുകയാണ്. അപ്പം Pbയും SO4 ആവുകയാണ്. പോസിറ്റീവ് പോളിൽ 2 ഇലക്ട്രോൺസ് കുറയുകയും വാട്ടർ എടുക്കുകയും ചെയ്യാണ്, അല്ലെ. അപ്പം എന്താണ്, ഓക്സിഡേഷൻ നടക്കുകയാണ് അവിടെ. അപ്പൊ ഇതെല്ലാം ഫൈനലി നമുക്ക് ഒന്നിച്ച് പറയുകയാണെങ്കിൽ PbSO4 പ്ലസ് H2O പ്ലസ് ഇലക്ട്രിക്കൽ എനർജി എന്ന് പറയുന്നത് സൾഫ്യൂരിക് ആസിഡും ആ ഒരു മെയിൻ കമ്പോണൻസ് ആണ്, അല്ലേ. ദ ഇലക്ട്രിക്കൽ എനർജി സപ്ലൈഡ് ബൈ ദ ചാർജർ കോസസ് ദ റീകോമ്പിനേഷൻ ഓഫ് ലെഡ് സൾഫേറ്റ് വിത്ത് ഹൈഡ്രജൻ അയോൺസ് ഇൻ ദ ഇലക്ട്രോലൈറ്റ്. Therefore, the excess water is removed from the electrolyte solution. As the electrolyte returns to its normal strength of the sulfuric acid and the plate returns to its original form of lead peroxide and spongy lead, the voltage across the electrode returns to its nominal value of 2.2 volt. അപ്പോൾ ഇവർ പറയുന്നത് ഈ ഒരു ചാർജിങ് പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സൾഫ്യൂരിക് ആസിഡിന്റെ കോൺസെൻട്രേഷൻ 27%-ഉം
അതേപോലെ പ്ലേറ്റ്സുകൾ ലെഡ് പെറോക്സൈഡും സ്പോഞ്ചി ലെഡും മാത്രം ആവുകയാണെങ്കിൽ അത് റിട്ടേൺ ടു നോമിനൽ 2.2 വോൾട്ടിലേക്ക് എത്തി എന്ന് നമുക്ക് പറയാം. അത് കൂടാതെ ഈ ചാർജിങ് നടക്കുന്ന സമയത്ത് ദ ടെമ്പറേച്ചർ ഷുഡ് നോട്ട് എക്സീഡ് ടു 50°C. ടെമ്പറേച്ചർ 50°C കൂടാൻ പാടില്ല. അത് കൂടിക്കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണ്? ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് സംഭവിക്കും? എക്സസ് ആയി കഴിയുമ്പോഴേക്കും ഈ ബക്ലിംഗ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് നടക്കും. ഓക്കെ, അതായത് സ്പെസിഫിക് ഗ്രാവിറ്റീനെ ഇത് എഫക്റ്റ് ചെയ്യുകയും അത് കൂടാതെ അത് റെസിസ്റ്റൻസ്, ഇന്റേണൽ റെസിസ്റ്റൻസിനെയും ഇത് എഫക്റ്റ് ചെയ്യും. എങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഒരു നോട്ടായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഷുഡ് ബി നോട്ടഡ് ദാറ്റ് ചാർജ് ഇൻ ലെഡ് ആസിഡ് ബാറ്ററി ഓഫ് 12 വോൾട്ട്, അതായത് 2.2 വെച്ചിട്ട് 6 cells. The output voltage of the battery charger used for charging should be between 14.1 volt to 15 volt and its current rating not larger than 30 ampere. Okay. ഇപ്പോൾ ചാർജ് 12 വോൾട്ടിന്റെ ചാർജ് ചെയ്യണമെങ്കിൽ 14.1 to 15 വോൾട്ട് എന്നുള്ള റേഞ്ചിലുള്ള ചാർജർ ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അതായത് ഹയർ കറൻസ് ചെല്ലുവാണെങ്കിൽ ഈ ഇലക്ട്രോലൈറ്റ് ബോയിൽ ചെയ്യുകയും അതിന്റെ ലിക്വിഡ് ലെവൽ, അതായത് വാട്ടർ ലെവൽ അതിനകത്ത് കുറയുകയും, ടെമ്പറേച്ചർ കൂടുമ്പോഴും അതല്ലേ സംഭവിക്കുന്നത്, വാട്ടർ ലെവൽ കുറയുകയാണ്, അപ്പോൾ ഇലക്ട്രോലൈറ്റിന്റെ ലെവൽ കുറയും, അപ്പോൾ അത് വീക്ക് ആവുകയാണ് ചെയ്യുന്നത്. അപ്പം ദിസ് റെഡ്യൂസ് ദി ലിക്വിഡ് ലെവൽ ഇൻ ദ ബാറ്ററി ആൻഡ് കോസസ് ബക്ലിംഗ് ആൻഡ് ക്രംബ്ലിംഗ് ഓഫ് ദി ഇലക്ട്രോഡ്സ്. ഓക്കെ, ബക്ലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് അടിഞ്ഞുകൂടുക. നമ്മൾ ഇലക്ട്രോലൈറ്റ് കുറയുന്ന അനുസരിച്ച് ഡിസ്ചാർജിങ് പ്രോസസ്സാണ് അവിടെ. അപ്പോൾ ലെഡ് സൾഫേറ്റ് കൂടും. ലെഡ് സൾഫേറ്റ് അവിടെ പ്ലേറ്റ്സിൽ ഡെപ്പോസിറ്റ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ബക്ലിങ്ങും ക്രംബ്ലിങ്ങും ഒക്കെ നടക്കുകയാണെങ്കിൽ ആ സെല്ലിന്റെ ലൈഫ് കുറയുകയും അതേപോലെ ബാറ്ററി വീക്ക് ആവുകയും ചെയ്യും. കറണ്ട് റേറ്റിംഗ് ഓഫ് ലെഡ് ആസിഡ് ബാറ്ററി. അപ്പോൾ കറണ്ട് റേറ്റിംഗ് നമുക്കറിയാം, ആംപിയർ അവർ യൂണിറ്റ്സിലാണ് നമ്മൾ നേരത്തെ കപ്പാസിറ്റി പറഞ്ഞത് അല്ലേ. അപ്പൊ ഇത് ബേസ്ഡ് ഓൺ 8 hour ഡിസ്ചാർജ് പീരീഡിനെ ബേസ് ചെയ്തിട്ടാണ് ഇതിന്റെ കറണ്ട് റേറ്റിംഗ് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഡിസ്ചാർജിങ് പീരീഡിൽ നേരത്തെ പറഞ്ഞു, എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. 8 hour ബേസിസിലാണ് പറയുന്നത്. 1.8 വോൾട്ടിനെക്കാളും കുറയാൻ പാടില്ല. ഇത് നോട്ട് ബിലോ 1.7, 1.7 1.8, ഈ രണ്ട് വാല്യൂസ് നിമ്മിൽ കണ്ടു. അപ്പോൾ 1.8 ആണ് മെയിൻ ആയിട്ട്. അപ്പം 1.8നേക്കാളും താഴാൻ പാടില്ല. അതേപോലെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 60 ആംപിയർ അവർ ടു 300 ആംപിയർ അവർ ആണ് സാധാരണ ഓട്ടോമൊബൈൽ ബാറ്ററീസിലൊക്കെ വരുന്ന റേഞ്ച്. എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ ഓൺ ഏജ് കപ്പാസിറ്റി ഓഫ് ലെഡ് ആസിഡ് ബാറ്ററീസ്. പ്രൈമറി സെല്ലിന്റെ കേസിൽ നമ്മൾ പറഞ്ഞിരുന്നു, ടെമ്പറേച്ചർ കുറയുന്ന അനുസരിച്ച് അതിന്റെ കപ്പാസിറ്റി കുറയുന്നു. അപ്പോൾ ഇതിലൊരു സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ 0.75% ഓഫ് ഇറ്റ്സ് റേറ്റഡ് ആംപിയർ അവർ കപ്പാസിറ്റി ഫോർ എവറി 1 ഡിഗ്രി ഫാരൻഹീറ്റ്. ഓരോ ഫാരൻഹീറ്റിലും 0.75% കുറഞ്ഞുകൊണ്ടിരിക്കും സെല്ലിന്റെ കപ്പാസിറ്റി. ഓക്കെ, അതായത് നമ്മൾ തണുപ്പാവുന്ന സമയത്ത് ബാറ്ററി എപ്പോഴും വർക്ക് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഫുൾ ചാർജ് ഇടണം എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലേ. നമ്മൾ ഇൻവേർട്ടറിന്റെ കേസിലാണെങ്കിലും ഒന്ന് ആലോചിക്കുക, നമ്മൾ ഫുൾ ചാർജ് ചെയ്തിടണം എന്ന് പറയുന്നുണ്ട്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇലക്ട്രോലൈറ്റ് പെട്ടെന്ന് ഫ്രീസ് ആവും. ഫ്രീസ് ആകുമ്പം അവിടുത്തെ ഇന്റേണൽ റെസിസ്റ്റൻസ് കൂടുകയാണ്, അപ്പോൾ കപ്പാസിറ്റി കുറഞ്ഞു പോകും. അപ്പോൾ അതായത് ഡിസ്ചാർജ് കണ്ടീഷൻ നമുക്ക് ബുദ്ധിമുട്ടാണ് അല്ലേ. അതായത് പെട്ടെന്ന് ആയി പോകും, ഡിസ്ചാർജ് ആയി തീർന്നു പോകും അതിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ വർക്കിംഗ് വോൾട്ടേജ് നമുക്ക് കുറവായിരിക്കും. അപ്പം ടെമ്പറേച്ചർ എപ്പോഴും ഡയറക്ട്ലി പ്രൊപ്പോർഷനിലാണ് കപ്പാസിറ്റിക്ക് എന്നുള്ളത് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പം മെയിൻ ആയിട്ട് 0.75% എവറി 1 ഫാരൻഹീറ്റിൽ റെഡ്യൂസ് ചെയ്യും എന്നുള്ളത് ഓർക്കുക. അറ്റ് 0 degree ഫാരൻഹീറ്റ് ഇറ്റ്സ് കപ്പാസിറ്റി ഈസ് ഓൺലി 60% ഓഫ് ദ വാല്യൂ അറ്റ് 60 degree ഫാരൻഹീറ്റ്. 60 degree ഫാരൻഹീറ്റിലെ കപ്പാസിറ്റി വാല്യൂന്റെ 60% 0 degree ഫാരൻഹീറ്റിലുള്ളൂ. അപ്പോൾ കോൾഡ് വെതറിൽ എപ്പോഴും ഓട്ടോമൊബൈൽ ബാറ്ററീസ് എല്ലാം ഫുള്ളി ചാർജ്ഡ് ആയിരിക്കണം. അപ്പൊ നമ്മൾ തണുത്ത് ഇപ്പൊ വെളുപ്പിനെയൊക്കെ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുമ്പോൾ ചിലപ്പോൾ സ്റ്റാർട്ട് ആവാറില്ല.
അപ്പോൾ അതിൻ്റെ ഇപ്പോൾ ടൂ വീലറൊക്കെ നമ്മൾ ഓർത്താൽ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുമ്പോൾ സ്റ്റാർട്ട് ആവാറില്ല. അതിൻ്റെ കാരണം ഇതാണ്, ആ ബാറ്ററി വീക്ക് ആവുന്നതുകൊണ്ടാണ്. തണുപ്പത്ത് ബാറ്ററി വീക്ക് ആവുന്നത് കൊണ്ടാണ് അത് അങ്ങനെ സംഭവിക്കുന്നത്. ഓക്കെ. Specific gravity of electrolyte. Specific gravity is a ratio comparing the weight of substances with the weight of water. നമുക്കറിയാം സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുമ്പോൾ വാട്ടറുമായിട്ട് മറ്റു സബ്സ്റ്റൻസിനെ നമ്മൾ കമ്പയർ ചെയ്യുകയാണ്. അപ്പോൾ വാട്ടറിൻ്റെ റെഫറൻസ് എപ്പോഴും സ്പെസിഫിക് ഗ്രാവിറ്റി 1 ആണ് നമ്മൾ കൺസിഡർ ചെയ്യണം, അല്ലേ? അതേപോലെ സൾഫ്യൂരിക് ആസിഡ്, കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് 1.835 ആണ്. അതായത് വാട്ടറിനെക്കാളും ഹെവിയർ ആണ് സൾഫ്യൂരിക് ആസിഡ്. 1.835 ടൈംസ് ഹെവിയർ ആണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ. അപ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റി ഗ്രേറ്റർ ദാൻ 1 ഉള്ള സബ്സ്റ്റൻസ് ആണെങ്കിൽ അത് സാധാരണ വെള്ളത്തിൽ മുങ്ങിപ്പോവുകയും അതേപോലെ ലെസ് ദാൻ 1 എന്നുള്ള കേസ് ആണെങ്കിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കുകയും ചെയ്യും, അല്ലേ? In a fully charged lead acid cell, the specific gravity of the electrolyte, which is a mixture of sulfuric acid and water, should be 1.28 at room temperature of 70 to 80 degree Fahrenheit. Room temperature 1.28, അതായത് റേറ്റഡ് സ്പെസിഫിക് ഗ്രാവിറ്റി ആണ് പറയുന്നത്. As the cell discharges, more and more water gets released into the electrolyte, lowering the specific gravity. Specific gravity കുറയ്ക്കും. Okay. Discharge ചെയ്യുമ്പോൾ when the specific gravity of the electrolyte falls down to about 1.15, the cell can be taken as fully discharged. 1.28 ആണ് fully charged, 1.15 ആണ് fully discharged. Hence the state of discharge of a lead acid cell can be found out by measuring the specific gravity of its electrolyte. ഇലക്ട്രോലൈറ്റിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി മെഷർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെല്ലിന്റെ കണ്ടീഷൻ മനസ്സിലാക്കാൻ പറ്റും. ഫുള്ളി ചാർജ്ഡ് ആണോ ഡിസ്ചാർജ്ഡ് ആണോ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ആണ് ബാറ്ററി ഹൈഡ്രോമീറ്റർ. ഓക്കെ. ടെമ്പറേച്ചർ ആൻഡ് സ്പെസിഫിക് ഗ്രാവിറ്റി. ടെമ്പറേച്ചർ അങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളത്. അപ്പം നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, റൂം ടെമ്പറേച്ചർ 27 ഡിഗ്രി സെൽഷ്യസിലാണെങ്കിലാണ് നമ്മൾ സ്പെസിഫിക് ഗ്രാവിറ്റി 1.28 ലെഡ് ആസിഡ് ബാറ്ററിയിൽ പറയുന്നത്. അപ്പം ജനറലി നമുക്ക് 1.250 പ്ലസ് ഓർ മൈനസ് 0.010 നമുക്ക് പറയാം. അതുപോലെ തന്നെ നമ്മൾ റീഡിങ് എടുക്കുമ്പോൾ എബവ് 27 ഡിഗ്രി സെൽഷ്യസ് വരെ ആണെങ്കിൽ നമുക്ക് ഈ 27 ഡിഗ്രി സെൽഷ്യസിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ കൂടെ 0.0007 ആഡ് ചെയ്ത് പോയാൽ മതി. ഓക്കെ. അങ്ങനെ നമുക്ക് ഓരോ ഡിഗ്രി സെൽഷ്യസിലും അങ്ങനെ നമുക്ക് കറക്റ്റ് ചെയ്യാം. ഓക്കെ. എക്സസ് ടെമ്പറേച്ചർ ആവുകയാണെങ്കിൽ സൾഫേഷൻ ഉണ്ടാവുകയും ബക്ലിംഗ് ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പോൾ എക്സസ് ടെമ്പറേച്ചർ ആവുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു നോക്കുകയാണെങ്കിൽ സൾഫേഷൻ ആൻഡ് ബക്ലിംഗ് ഓഫ് ദി പോസിറ്റീവ് പ്ലേറ്റ്. അതായത് എക്സസ് ടെമ്പറേച്ചർ ആകുമ്പോൾ അതിൻ്റെ വാട്ടർ കണ്ടന്റ് കുറയുകയാണ്. വാട്ടർ കണ്ടന്റ് കുറയുമ്പോൾ അതിൻ്റെ കപ്പാസിറ്റി കുറയും. ഓക്കെ. അതായത് രണ്ടാമത് ഇതിന് വർക്ക് ചെയ്യണമെങ്കിൽ വാട്ടർ, അതായത് ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും ആവശ്യം ഉള്ളതാണ്. അപ്പം ടെമ്പറേച്ചർ കൂടുമ്പോൾ വാട്ടർ വേപ്പറൈസ് ചെയ്ത് പോവുകയാണെങ്കിൽ സൾഫേഷനും ബക്ലിങ്ങും ഒക്കെ സംഭവിക്കും. ടെസ്റ്റിംഗ് ഓഫ് എ ഫുള്ളി ചാർജ്ഡ് ബാറ്ററി. ഫുള്ളി ചാർജ്ഡ് ബാറ്ററിയുടെ നമ്മൾ മെയിനായിട്ട് നോക്കാം. നമുക്ക് വെറുതെ ആണെങ്കിലും ടെസ്റ്റ് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. വോൾട്ടേജ് നോക്കുകയാണെങ്കിൽ 2.2 വോൾട്ട് ഉണ്ടായിരിക്കണം. ലോഡിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ 2.2 എന്നുള്ളത് ക്വിക്ലി തന്നെ 2 വോൾട്ട് ആകും. ഓക്കെ. ദെൻ ഗ്യാസിങ്, അതായത് ഡിസ്ചാർജിങ് ടൈമിൽ ഫ്രീ ഗ്യാസസ് ഒരു ഇൻഡിക്കേഷൻ ആണ് ബാറ്ററി ഫുള്ളി ചാർജ്ഡ് ആണെന്നുള്ളത്. ഓക്കെ. ദെൻ സ്പെസിഫിക് ഗ്രാവിറ്റി 1.28 ഉണ്ടായിരിക്കണം. ആൻഡ് ചാർജ് ചെയ്യുന്ന അനുസരിച്ച് സ്പെസിഫിക് ഗ്രാവിറ്റി കൂടുകയും അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സെല്ലിൻ്റെ നമുക്ക് കണ്ടീഷൻ പറയാൻ പറ്റും. ഇന്റേണൽ കണ്ടീഷൻ എന്താണ്, ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണോ ഡിസ്ചാർജ് ആണോ എവിടം വരെ ചാർജ് ആയി, നമുക്ക് സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ ഒരു വാല്യൂ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും. ദെൻ കളർ ഓഫ് പ്ലേറ്റ്. പോസിറ്റീവ് പ്ലേറ്റ് ആണെങ്കിൽ റെഡിഷ് ബ്രൗൺ അല്ലെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ് ബ്രൗൺ എന്ന് പറയാം. നെഗറ്റീവ് പ്ലേറ്റ് ആണെങ്കിൽ ഗ്രേ. ഇനി ഫുള്ളി ഡിസ്ചാർജ് ആയിട്ടുള്ള ഒരു ഇതാണെങ്കിൽ 2 പ്ലേറ്റും ഒരേ കണ്ടന്റ് ആണ്. PbSO4 ആണുള്ളത്. വൈറ്റിഷ് മെറ്റീരിയൽ ആയിട്ടായിരിക്കും അത് കാണപ്പെടുന്നത്. ഓക്കെ.
ദെൻ ഹൈഡ്രോമീറ്ററിന്റെ കേസ് പറയുകയാണെങ്കിൽ സ്പെസിഫിക് ഗ്രാവിറ്റി നമ്മൾ നോക്കുമ്പോഴാണ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹൈഡ്രോമീറ്റർ എന്ന് പറഞ്ഞു. അപ്പോൾ അതിന്റെ ഓരോ വാല്യൂസ് ആണ്, ഓരോ സ്റ്റേജിലെ വാല്യൂസ് ആണ്. അതായത് 100% ചാർജ്ഡ് ആണെങ്കിൽ 1.28, 75% ചാർജ്ഡ് ആണെങ്കിൽ 1.25, 50% ചാർജ്ഡ് ആണെങ്കിൽ 1.22, 25% ആണെങ്കിൽ 1.19, ഡിസ്ചാർജ് ആണെങ്കിൽ 1.13. ഇത് 1.15 വരെ നമ്മൾ പല ഇതിലും കണ്ടിട്ടുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ 1.180 തന്നെ ഡിസ്ചാർജ്ഡ് ആയി എന്ന് നമ്മളും കണ്ടിട്ടുണ്ട്. ഓക്കെ, അത് ഡിപ്പെൻസ്. നമുക്ക് ക്വസ്റ്റ്യൻ വരുമ്പം ഓപ്ഷൻസ് നോക്കി അത് മാർക്ക് ചെയ്താൽ മതി. അപ്പൊ ഈ ഹൈഡ്രോമീറ്ററിന്റെ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നതും ഇതിനകത്ത് ഇപ്പൊ നിങ്ങൾക്ക് കാണാം ഒരു ഗ്ലാസ് ട്യൂബ് ആണ്. ഓക്കെ, ഈ ഗ്ലാസ് ട്യൂബിന്റെ അകത്ത് വേറെ ഒരു ചെറിയൊരു പിക്കപ്പ് ട്യൂബ് ഇട്ട് വെച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ പിക്കപ്പ് ട്യൂബ് എന്ന് പറയുന്നത് നമുക്ക് ഇലക്ട്രോലൈറ്റിനെ സക്ക് ചെയ്തെടുക്കാൻ, ആ സക്ഷന് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ്. മേലൊരു സക്ഷൻ ബൾബ് കാണാം. ഓക്കെ, അപ്പൊ ഈ അകത്ത് നമ്മൾ ഈ ഔട്ടർ ട്യൂബിനകത്ത് ഇട്ടിരിക്കുന്ന ആ ഒരു ചെറിയൊരു ട്യൂബ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഇലക്ട്രോലൈറ്റ് സക്ക് ചെയ്തെടുത്ത് കഴിയുമ്പോൾ ഈ ട്യൂബിനൊരു മൂവ്മെന്റ് ഉണ്ടാവും, അത് ഫ്ലോട്ട് ചെയ്യും. അത് നമ്മുടെ സ്പെസിഫിക് ഗ്രാവിറ്റിക്ക് അനുസരിച്ച് ഫ്ലോട്ട് ചെയ്യുന്നതാണ്. സ്പെസിഫിക് ഗ്രാവിറ്റി അനുസരിച്ച് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, റെഫറൻസ് എടുക്കുന്നു. വൺ ആണെങ്കിൽ വാട്ടർ എന്നൊരു കണ്ടീഷനിലാണ് വൺ എടുക്കുന്നത്. ഇനി എബവ് വൺ ആണെങ്കിൽ അത് സിങ്ക് ചെയ്യും, ലെസ് ദാൻ വൺ ആണെങ്കിൽ അത് ഫ്ലോട്ട് ചെയ്യുകയും ചെയ്യും എന്ന് പറഞ്ഞു. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇതിന്റെ വാല്യൂ, ഫ്ലോട്ടിങ്ങിന്റെ മാറ്റങ്ങൾ അനുസരിച്ചാണ് ഇതിന്റെ വാല്യൂ നമുക്ക് മെഷർ ചെയ്യാം. ഓക്കെ, ഇൻസ്ട്രുമെന്റ് ഫോർ ടെസ്റ്റിംഗ് കണ്ടീഷൻ ഓഫ് സെൽസ്, ഹൈ റേറ്റ് ഡിസ്ചാർജ് ടെസ്റ്റർ. ഓക്കെ, ഡിസ്ചാർജ് ടെസ്റ്റർ എന്ന് പറയുന്നതാണ്. അതായത് ഒരു ലോ റേഞ്ച് വോൾട്ട് മീറ്റർ, 0 to 3 വോൾട്ട് വോൾട്ട് മീറ്റർ ഇസ് ഷണ്ടഡ് ബൈ എ ലോ റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പൊ ഇതാണ് ഡിസ്ചാർജ് ടെസ്റ്ററിന്റെ അകത്തുള്ളത്. ഇവിടെ രണ്ട് ടെർമിനൽ പ്രോഡ്സ് ഉണ്ട്. അത് പ്രസ് ചെയ്തിട്ട് നമുക്ക് രണ്ട് ടെർമിനൽസ്, സെല്ലിന്റെ ടെർമിനൽസ് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതിന്റെ റീഡിങ് മാറുന്ന അനുസരിച്ച്, ഈ മീറ്റർ പോയിന്റ് ചെയ്യുന്നത് മാറുന്ന അനുസരിച്ച് നമുക്ക് ഡിസ്ചാർജ് എന്തോരം നടന്നു എന്നുള്ളത് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതിനകത്തൊരു കളേഴ്സ് കാണാം. ഇതിനകത്ത് റെഡ്, യെല്ലോ, ഗ്രീൻ കളർ ഉണ്ട്. അപ്പൊ റെഡ് ആണെങ്കിൽ അത് ഫുള്ളി ഡിസ്ചാർജ്ഡ് ആണ്, യെല്ലോ ആണെങ്കിൽ ഹാഫ് ഡിസ്ചാർജ്ഡ് ആണ്, ഗ്രീൻ ആണെങ്കിൽ അത് ഫുൾ ചാർജ്ഡ് ആണെന്ന് പറയും. ഓക്കെ, ദെൻ നേരത്തെ ഞാൻ പറഞ്ഞു സൾഫേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് നടക്കുമെന്ന് പറഞ്ഞു. അതിനാണ് നമ്മൾ സൾഫേറ്റഡ് ബാറ്ററി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം സെല്ലിന്റെ വോൾട്ടേജ് ബിലോ 1.8 ആവുകയാണെങ്കിൽ ലെഡ് സൾഫേറ്റ് അവിടെ ഫോം ചെയ്യുകയും അത് പ്ലേറ്റ്സിന് ചുറ്റും ക്രിസ്റ്റലായിട്ട് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുകയും ചെയ്യും. അപ്പൊ അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുമ്പോൾ ഈ പ്ലേറ്റ് മേ ബി ബക്കിൾ പ്ലേറ്റും ഇങ്ങനെ വീങ്ങിയിരിക്കും. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പ്ലേറ്റിന് ബക്ലിംഗ് സംഭവിക്കുമ്പോൾ സെപ്പറേറ്റേഴ്സും ആക്റ്റീവ് മെറ്റീരിയൽസ് ഒക്കെ ഡാമേജ് ആവുകയും ഇന്റേണൽ റെസിസ്റ്റൻസ് കൂട്ടുകയും ചെയ്യും. ഇപ്പൊ സൾഫേഷൻ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് സ്പെസിഫിക് ഗ്രാവിറ്റി കുറവായിരിക്കും അല്ലെ. ഡിസ്ചാർജ് ചെയ്ത് ഭയങ്കര ലോ വോൾട്ടേജ് വരുമ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റിയും ഭയങ്കര കുറവായിരിക്കും. ലോ വോൾട്ടേജ് ഓൺ ഡിസ്ചാർജ് ചെയ്യുന്ന വോൾട്ടേജും കുറവായിരിക്കും, കപ്പാസിറ്റിയും കുറവായിരിക്കും. ഈ മൂന്ന് കാര്യം വെച്ചിട്ട് സൾഫേഷൻ ഉണ്ടോ എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. Okay, in a lead acid battery, excessive formation of lead sulfate occurs due to idleness of battery for a long time. ബാറ്ററി അധികം നാൾ ഉപയോഗിക്കാണ്ടിരുന്നാലും ലെഡ് സൾഫേറ്റ് ഉണ്ടാവും. അതേപോലെ ലോ ലെവൽ ഓഫ് ഇലക്ട്രോലൈറ്റ് കുറഞ്ഞിരിക്കുമ്പോഴും എക്സസീവ് ഫോർമേഷൻ ഓഫ് ലെഡ് സൾഫേറ്റ് ഉണ്ടാവും. അതേപോലെ പെർസിസ്റ്റന്റ് അണ്ടർ ചാർജിങ് ചെയ്യണതിൻ്റെ ഇടയിൽ എന്തെങ്കിലും വേരിയേഷൻസ് വരുമ്പോഴും ഇങ്ങനെ സംഭവിക്കാം. ഓക്കെ, ഇനി ചാർജിങ് ഓഫ് സൾഫേറ്റഡ് ബാറ്ററി അറ്റ് ഹൈ റേറ്റ് കോസ്. ഹൈ റേറ്റിൽ സൾഫേറ്റഡ് ബാറ്ററി ചാർജ് ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ സംഭവിക്കുന്നതാണ്? റാപ്പിംഗ് ഓഫ് പ്ലേറ്റ്സ് ചുരുണ്ടു പോകും. ഓക്കെ, ദെൻ ബോയിലിംഗ് ഓഫ് ഇലക്ട്രോലൈറ്റ് ഓവിങ് ടു ഗ്യാസിങ്. ഹൈ റേറ്റിൽ ചാർജ് ചെയ്യുമ്പോൾ വീണ്ടും ഇലക്ട്രോലൈറ്റ് ഭയങ്കരമായിട്ട് ബോയിൽ ആവുകയാണ്. അപ്പോൾ അത് കൂടുതൽ ഗ്യാസിങ് ഉണ്ടാവും. ഡാമേജ് സെപ്പറേറ്റേഴ്സ്, സെൽ ക്യാപ്സ്, കവേഴ്സ് ആൻഡ് ബാറ്ററി ഡ്യൂ ടു എക്സസീവ് ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് സെപ്പറേറ്റർ, സെൽ ക്യാപ്പ്, കവർ ഇതെല്ലാം
ഡാമേജ് ആവും. സേഫ്റ്റി പ്രിക്കോഷന് വേണ്ടി സാധാരണ നമ്മൾ ചെയ്യുന്ന 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ടോപ്പിംഗ് അപ്പ്. അതായത് ഇലക്ട്രോലൈറ്റിന്റെ ലെവൽ കുറഞ്ഞത് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിസ്റ്റിൽഡ് വാട്ടർ ആഡ് ചെയ്തിട്ട് അതിന്റെ ലെവൽ കൂട്ടാം, ഹൈറ്റ് കൂട്ടാം. നേരത്തെ പറഞ്ഞു 10 to 15 mm above the plates വേണം എൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ അത് കുറയുകയാണെങ്കിൽ നമുക്ക് ഡിസ്റ്റിൽഡ് വാട്ടർ ആഡ് ചെയ്യാം. അതിനെയാണ് നമ്മൾ ടോപ്പിംഗ് എന്ന് പറയുന്നത്. ഡിസ്റ്റിൽഡ് വാട്ടർ മാത്രമായിരിക്കണം ആഡ് ചെയ്തിട്ടുണ്ടാവുക. ദെൻ വെന്റിലേഷൻ, നമ്മൾ വെൻ പ്ലഗ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ആ വെൻ പ്ലഗ്സ് എപ്പോഴും ഓപ്പൺ ചെയ്തിടുക. അതായത് ചാർജ് ചെയ്യുന്ന സമയത്ത് അത് ഓപ്പൺ ചെയ്തിടുകയാണെങ്കിൽ അതിനകത്ത് ഫോം ചെയ്യുന്ന ഗ്യാസസ് പുറത്തോട്ട് പൊക്കോളും. ദെൻ മെയിൻ്റെനൻസ് ഓഫ് ബാറ്ററി മെയിൻ്റെനൻസിനുള്ള കുറച്ച് പോയിന്റ്സ് ആണ്. നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓക്കെ, നമ്മൾ പുതിയ ബാറ്ററി വാങ്ങിക്കുകയാണെങ്കിൽ കൂടുതൽ ഫങ്ഷണൽ ആക്കുക. അതേപോലെ മിനിമം വോൾട്ടേജ് വാല്യൂ 1.8 കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 1.75 1.8 റേഞ്ച് കഴിഞ്ഞാൽ ബാറ്ററി ഡിസ്ചാർജ് ചെയ്യരുത്. അതേപോലെ നമ്മൾ വീക്ക്ലി വൺസ് ഇതിനെ ഡിസ്ചാർജ് ചെയ്യുകയും ദെൻ എഗെയിൻ ചാർജ് ചെയ്യുകയും ചെയ്യണം. ഇലക്ട്രോലൈറ്റ് കംപ്ലീറ്റ്ലി ഇമേഴ്സ്ഡ് ആയിരിക്കണം. 10 to 15 mm above the പ്ലേറ്റ്സ് ആയിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഡിസ്റ്റിൽഡ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കണം. അതേപോലെ അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 1.18 താഴെ പോകാതെ നോക്കണം. അങ്ങനെ അതായത് ഡിസ്ചാർജ് കൂടുതൽ ചെയ്യുമ്പോൾ അതിൻ്റെ വർക്കിംഗ് കുറയും. അതേപോലെ എന്താണ്, ബാറ്ററി കണക്ടേഴ്സ് എപ്പോഴും നമ്മൾ ചൂടുവെള്ളത്തിൽ അല്ലെങ്കിൽ വാം വാട്ടറിൽ സോക്ക് ചെയ്ത് അതിൻ്റെ പൊക്കത്ത് അപ്ലൈ ചെയ്യണം. അല്ലെങ്കിൽ ഗ്രീസ് അപ്ലൈ ചെയ്യണം. അതായത് അതിൻ്റെ ഒരു ക്ലീനിങ്ങിനും അതേപോലെ കൊറോഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള കേസൊക്കെയാണ് ഈ പറയുന്നത്. ഓക്കെ, അതേപോലെ ചാർജിങ്ങിൻ്റെ ടൈമിൽ വെന്റ് പ്ലഗ്സ് ഓപ്പൺ ആയിരിക്കണം. അതേപോലെ ഡിസ്ചാർജ്ഡ് ബാറ്ററി ആണെങ്കിൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അതേപോലെ എന്താണ്, ടെർമിനൽസിൽ പെട്രോളിയം ജെല്ലി അല്ലെങ്കിൽ വാസ്ലിൻ അപ്ലൈ ചെയ്യുക. ഓക്കെ, ദെൻ ചാർജ്ഡ് ബാറ്ററി ആണെങ്കിൽ ഡിസ്ചാർജ് ടെസ്റ്റർ യൂസ് ചെയ്യുകയാണെങ്കിൽ 10 സെക്കൻഡ് താഴെ മാത്രമേ അത് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് സാധാരണ ബാറ്ററീസ് മെയിൻ്റെനൻസിന് വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ. ഇതൊക്കെ നമ്മുടെ വീട്ടിൽ ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ ആ ഇൻവെർട്ടർ ബാറ്ററിയിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, മെയിൻ്റെനൻസ് ഫ്രീ ലെഡ് ആസിഡ് ബാറ്ററീസ്. നോർമൽ ലെഡ് ആസിഡ് ബാറ്ററീസിൽ ശരിക്കും ബാറ്ററി പ്ലേറ്റ്സിൽ ആന്റിമണി അടങ്ങുന്നുണ്ട്. ആന്റിമണി എന്ന് പറയുന്നത് 4% ആണുള്ളത്. അപ്പൊ ഈ ആന്റിമണിയുടെ ആക്ഷൻ കാരണം ഗ്യാസിങ്സ് കൂടുതലായിരിക്കും. ഓക്കെ, അതായത് ഹൈഡ്രജൻ പ്രൊഡക്ഷൻസ് കൂടുതലായിരിക്കും. അപ്പൊ നമുക്ക് എന്ത് സംഭവിക്കും, കപ്പാസിറ്റി കുറഞ്ഞു വരും അല്ലെ. ഹൈഡ്രജൻ പ്രൊഡക്ഷൻ കൂടിയിട്ട് അവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ പോളറൈസേഷൻ സംഭവിക്കുകയും കപ്പാസിറ്റി കുറയുകയും ചെയ്യും. അപ്പോൾ ഈ ആന്റിമണിയുടെ എമൗണ്ട് കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഒരുവിധം ഈ ഹൈഡ്രജന്റെ പ്രൊഡക്ഷൻ നമുക്ക് കുറയ്ക്കാം. അപ്പോൾ എങ്ങനെ കുറയ്ക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോ മെയിൻ്റെനൻസ് സെൽസ് നമുക്ക്, അല്ലെങ്കിൽ മെയിൻ്റെനൻസ് ഫ്രീ സെൽസ് നമുക്ക് മാനുഫാക്ചർ ചെയ്യണം. അപ്പൊ ലോ മെയിൻ്റെനൻസ് സെൽ എന്ന് പറയുന്നത് ഈ ആന്റിമണിയുടെ അളവ് 2% ആയിട്ട് റെഡ്യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ലോ മെയിൻ്റെനൻസ് സെൽസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഇതിന് വാട്ടർ അഡീഷന്റെ റിക്വയർമെന്റ് വളരെ കുറവാണ്. അതായത് ചാർജിങ് ടൈമിൽ വളരെ കുറച്ച് വാട്ടറെ ബോയിൽ ചെയ്ത് പോകുന്നുള്ളൂ. അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് മെയിൻ്റെനൻസ് ഫ്രീ സെൽ, അതായത് ആന്റിമണി ഫ്രീ ആയിട്ടുള്ള പ്ലേറ്റ്സ് യൂസ് ചെയ്യുക. അപ്പൊ അവിടെ നമുക്ക് ഈ ഹൈഡ്രജൻസ് ഒന്നും പ്രൊഡക്ഷൻ വരുന്നുണ്ടെങ്കിൽ തന്നെയും നമുക്ക് അത് സീൽ ചെയ്താലും അത് ഇഷ്യൂ ഒന്നും ഉണ്ടാവുന്നില്ല. ഓക്കെ, അതായത് ഇവാപ്പറേഷൻ ഒന്നും നടക്കാതെ അതിനകത്ത് തന്നെ വെച്ചിട്ട് ഇത് റീയൂസ് ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പോൾ ഇടയ്ക്ക് അകത്ത് വരുന്ന ആ ഒരു ഗ്യാസ് പ്രഷർ മാത്രം റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ചില ബാറ്ററീസിലൊക്കെ ചെറിയ വെന്റ് മാത്രം കൊടുക്കും. ഓക്കെ, അപ്പം അങ്ങനെയുള്ള ബാറ്ററീസിനെയാണ് നമ്മൾ സീൽഡ് ലെഡ് ആസിഡ് ബാറ്ററി അല്ലെങ്കിൽ വാൽവ് റെഗുലേറ്റഡ് ലെഡ് ആസിഡ് ബാറ്ററീസ് എന്ന് പറയുന്നത്. അപ്പം ഇവിടുത്തെ ഒരു ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ്റെനൻസ് ഫ്രീ ബാറ്ററീസ് നമുക്ക് ടോപ്പ് അപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അതേപോലെ വെൻ ക്യാപ്സിന്റെ ആവശ്യമില്ല അല്ലേ.
അപ്പൊ ഈ വെൻ ക്യാപ്സിന് പകരം ഈ ഓവർ പ്രഷർ വാൽവ് എന്നും പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുകയാണ്. അകത്ത് വരുന്ന എക്സസ് പ്രഷറിനെ ഒന്ന് എക്സോസ്റ്റ് ചെയ്ത് കളയാൻ വേണ്ടി മാത്രം കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതിന് വേണ്ട സഫീഷ്യന്റ് ആയിട്ടുള്ള ഇലക്ട്രോലൈറ്റ് മാത്രമേ ഈ ബാറ്ററിയിൽ ഉണ്ടാവുള്ളൂ. എന്തെങ്കിലും ഗ്യാസ് ഫോം ചെയ്താൽ തന്നെ അടുത്ത റിയാക്ഷനിൽ അത് റീകമ്പൈൻ ചെയ്ത് വാട്ടർ ആയിട്ട് പോവുകയും അടുത്ത ആക്ഷനിൽ അത് വീണ്ടും യൂസ് ആവുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള 2 ടൈപ്പ് ബാറ്ററീസ് ആണ്. ഒന്ന് AGM അബ്സോർബ്ഡ് ഗ്ലാസ് മാറ്റർ, 2 ജെൽഡ് ഇലക്ട്രോലൈറ്റ് ലെഡ് സെൽ എന്ന് പറയുന്നത്. ഓക്കെ, ജെൽ. അപ്പൊ ഈ AGM എന്ന് പറയുന്നത് electrolytes are soaked into dividers across the plates made out of sponge like thin glass fiber mating. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ സെപ്പറേറ്റേഴ്സ് ഉപയോഗിക്കുന്നത് ഒരു ഗ്ലാസ് ഫൈബർ മേറ്റിംഗ് ആണ്. അതായത് സ്പോഞ്ച് ലൈക്ക് ആണ്. അപ്പൊ ഈ ഇലക്ട്രോലൈറ്റ്സ് ഇതിൽ സോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ the oxygen released from the positive plate after the dissociation of water during charging can migrate to the negative from which is fixed and then recombine with hydrogen, restoring the water that is associated. ഓക്കെ, ഓക്സിജൻ മൂവ് ചെയ്യുകയും അതായത് പോസിറ്റീവ് പ്ലേറ്റിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് നെഗറ്റീവ് പ്ലേറ്റിലോട്ട് പോവുകയും ഹൈഡ്രജൻ ആയിട്ട് റീകമ്പൈൻ ചെയ്ത് വാട്ടർ ആവുകയും ചെയ്യുന്നുണ്ട്. അതിനകത്ത് തന്നെ ആക്ഷൻ നടക്കുകയാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ മൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഈ കമ്പോണൻസിനെ അല്ലെങ്കിൽ ഈ കോമ്പൗണ്ട്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് സ്പോഞ്ചി ടൈപ്പ് അല്ലെങ്കിൽ സംഭവം അങ്ങനെ ആയിട്ടുള്ളൊരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു സെപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, this establish a closed electrochemical cycle without any gas emission and without water consumption. ഓക്കെ, അപ്പൊ റീകോമ്പിനേഷൻ ടെക്നോളജി എന്ന് പറഞ്ഞ ടെക്നോളജിയാണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് മെയിൻ ആയിട്ട്. ഓക്കെ, അതായത് അപ്പൊ ഇവിടുത്തെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇലക്ട്രോലൈറ്റ് ലീക്ക് ചെയ്യില്ല, അപ്പൊ മെയിൻ്റെനൻസിന്റെ ആവശ്യം വരുന്നില്ല. അതേപോലെ ഹൈ സ്റ്റാർട്ടിങ് കറൻസ് ഉള്ള ആപ്ലിക്കേഷൻസ് ഉള്ളതിലൊക്കെ നമുക്ക് AGM യൂസ് ചെയ്യാം. ഓക്കെ, ഇനി ജെൽഡ് ഇലക്ട്രോലൈറ്റ് ലെഡ് ആസിഡ് സെൽ. ഇവിടെ സൾഫ്യൂരിക് ആസിഡ് മിക്സ്ഡ് വിത്ത് സിലിക്ക കോമ്പൗണ്ട്. ഇവിടെ ജെല്ലായിട്ട് മാറുക, അതായത് ലിക്വിഡ് ഇലക്ട്രോലൈറ്റിന് പകരം ജെൽ ഇലക്ട്രോലൈറ്റ്. സൾഫ്യൂരിക് ആസിഡ് സിലിക്ക കോമ്പൗണ്ട് ആയിട്ട് മിക്സ് ചെയ്തൊരു ജെല്ലായിട്ട് ഇവിടെ ഇരിക്കുക, ഒരു സെമി സോൾഡ് മെറ്റീരിയൽ ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇലക്ട്രോലൈറ്റിന്റെ ലീക്കേജിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാന്ന് പറയാം. അതേപോലെ ഈ സെൽസ് ലെഡ് കാൽഷ്യം ഗ്രിഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു അറൌണ്ട് 1% ഓഫ് കാൽഷ്യം ഇസ് ആഡഡ് ടു ബോത്ത് positive and negative plates. This works to reduce water loss through gassing in the battery and allows the battery container to be fully sealed and maintaining free. ഇപ്പൊ കാൽഷ്യം ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഈ വാട്ടർ ലോസ് ഗ്യാസ് ആയിട്ട് പോകാനുള്ള ഇത് റെഡ്യൂസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഒരു റിലീഫ് വാൽവ് നേരത്തെ പറഞ്ഞ പോലെ ഹൈ പ്രഷർ വാൽവ് നമുക്ക് ഹൈ പ്രഷർ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. പിന്നെ എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ നമുക്ക് ഒരു 2 വോൾട്ട് 12 വോൾട്ട് വിത്ത് കപ്പാസിറ്റി റേഞ്ചിങ് ഫ്രം 0.9 to 20 ആംപിയർ അവർ ബേസ്ഡ് ഓൺ 20 അവർ ഡിസ്ചാർജ് റേറ്റ് നമുക്ക് അവൈലബിൾ ആണ്. മാക്സിമം കറണ്ട് എന്ന് പറയുന്നത് 40 to 200 ആംപിയർ ആണ് മാക്സിമം കറണ്ട്. ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസിലും അതുപോലെ പോർട്ടബിൾ ആപ്ലിക്കേഷൻസിലൊക്കെ നമുക്ക് ഈ ജെൽഡ് ഇലക്ട്രോലൈറ്റ് ലെഡ് ആസിഡ് സെല്ല് നമുക്ക് യൂസ് ചെയ്യാം.